ഹലോ കൂട്ടുകാരെ, എങ്ങനെയുണ്ട് എല്ലാവർക്കും? ഡിഗ്രി പ്രിലിംസിൻ്റെ സ്റ്റേജ് 1 കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? എക്സാം അറ്റൻഡ് ചെയ്തവർക്കൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? നല്ല എക്സാം ആയിരുന്നോ? ആരും ഇപ്പോൾ കട്ട് ഓഫിനെ പറ്റിയൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി നിങ്ങൾ എന്താണെന്ന് പറയുക, കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ 3 സ്റ്റേജും കഴിയട്ടെ, എന്നിട്ട് അതിനെപ്പറ്റി നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് കേരള PSCയുടെ ഡിഗ്രി പ്രിലിംസ് 2026 സ്റ്റേജ് 1ൽ നടന്ന കണക്ക് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. സോ ഇത് ആൽഫ കോഡ് ഡി ആണേ. 51ാമത്തെ ചോദ്യം. അരുൺ bought items A and B for ₹192. He sold the item A at a profit of 20% and item B at a loss of 20%. If his total gain is ₹8, then what is the cost price of item A? ഐറ്റം എയുടെയും ബിയുടെയും കോസ്റ്റ് പ്രൈസ് എയും ബിയും ആണെന്ന് വിചാരിക്കുക. സോ അരുൺ വാങ്ങിച്ച പൈസ എയുടെ എ പൈസയും ബിയുടെ ബി പൈസയാണെങ്കിൽ മൊത്തം 192 രൂപക്കാണ് വാങ്ങിച്ചത്. അരുണിന് ഇത് എ ലാഭത്തിലും ബി നഷ്ടത്തിലും വിറ്റപ്പോൾ ടോട്ടൽ 8 രൂപയാണ് ലാഭം കിട്ടിയത്. സ്വാഭാവികമായിട്ടും അവൻ വിറ്റ പൈസ എയും ബിയും, അതായത് എയുടെയും ബിയുടെയും ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 192 കൂടി 8 രൂപ കൂട്ടിയതായിരിക്കും, അതായത് 200 രൂപ അല്ലേ? അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ എങ്ങനെ കണ്ടുപിടിക്കും? തന്നിട്ടുണ്ട് 20%. എ എവിടെ? എ അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20%. എ 20% ലാഭത്തിലാണ് വിറ്റത്. സോ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ എന്ന് പറയുന്നത് 120/100 ഓഫ് എ. ഇതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? 20% ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് 20% ഓഫ് എ, ഇത് തന്നെയാണ് ഇത്. ഓക്കെ, സോ ഇത് വരിക, ഇത് ചെയ്യുന്ന സമയത്ത് 6/5 എന്ന് കിട്ടും. അതുപോലെ സെല്ലിംഗ് പ്രൈസ് ഓഫ് ബി എത്രയാടാ? 20% ലോസ് ആണ്. അപ്പോൾ 80/100 ബി എന്ന് വരും. ഇതൊന്ന് ജസ്റ്റ് ഷഫിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഷഫിളല്ല, ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4/5 ബി എന്ന് വരും. സോ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ പ്ലസ് ബി, ഇവിടെ നിന്ന് എനിക്ക് എത്ര കിട്ടി? 6/5A പ്ലസ് 4/5 ബി എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 6A പ്ലസ് 4B ഡിവൈഡ് ബൈ 5 എന്ന് വരും. ഇത് തന്നെയല്ലേ ഇതും? അതായത് ഇതാണ് നമ്മുടെ 200 രൂപ. സോ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഇതാ ഇങ്ങനെ കിട്ടും. ഇതിൽ എനിക്ക് 2 കോമൺ ആയിട്ട് എടുക്കാമല്ലോ അല്ലേ? ഇതൊക്കെ എക്സാമിൻ്റെ സമയത്ത് അറിയാം. ആ പ്രഷറിൽ ഇതൊക്കെ നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു നമ്പർ തെറ്റിയാൽ പോലും നമ്മുടെ ഉത്തരങ്ങൾ തെറ്റും കേട്ടോ. സോ ഈ ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ? പിന്നെ നമുക്കൊരു ഇക്വേഷൻ കൂടി ഉണ്ടല്ലോ, എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 192. 2 ഇക്വേഷനും ഉണ്ട്, 2 അൺനോൺസും ഉണ്ട്. 2 ഡിഫറൻസ് ഇക്വേഷനും ഉണ്ട്, 2 അൺനോൺസും ഉണ്ട്. എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് എ എന്നാണ്. എ കണ്ടുപിടിക്കണം. ഈ ഇക്വേഷനിൽ നിന്ന് ബി ഒഴിവാക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനിൽ ബിയുടെ കോഎഫിഷ്യൻറ്റ് 2 ആണ്. അപ്പോൾ ഇവിടെയും ബിയുടെ കോഎഫിഷ്യൻറ്റ് 2 ആക്കിയ ശേഷം ഈ ഇക്വേഷനിൽ നിന്ന്, ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് ഈ രണ്ടാമത്തെ ഇക്വേഷൻ കുറച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം? ഈ കംപ്ലീറ്റ് ഇക്വേഷനെ, രണ്ടാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇത് വരിക 2A പ്ലസ് 2B ഈസ് ഈക്വൽ ടു 192 ഇൻറ്റു 2 എന്ന് വരും അല്ലേ? ഇത് മൂന്നാമത്തെ ഇക്വേഷൻ ആയിരിക്കട്ടെ. എന്നിട്ട് 1 - 2 ചെയ്താൽ പോരെ? അപ്പോൾ എന്ത് പറ്റും? 3A - 2A എന്ന് പറഞ്ഞ എ ആവും. 2B - 2B 0 ആയി മാറി. പിന്നെ 500 എന്ന് ഏത് കുറക്കണം? ഈ 192 × 2 കുറക്കണം. ഇത് 4 വരും, ബാക്കി 384 വരും. ഇത് 116 എന്ന് വരും ആൻസർ. ആൻസർ വരിക ഓപ്ഷൻ എ ആണ് കേട്ടോ. അടുത്ത ചോദ്യം. ആഫ്റ്റർ 3 years ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് 5% per annum, the compound interest on a certain amount is ₹61 more than the simple interest on the amount. Find the amount. നമുക്ക് തന്നിരിക്കുന്ന എന്താ? ഡിഫറൻസ് അല്ലേ? അതായത് ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഡിഫറൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 61 തന്നിട്ടുണ്ട്. നമുക്കിത് കാണാൻ ഇക്വേഷൻ അറിയാമല്ലോ. എന്താ? 3 years ആവുന്ന സമയത്ത് ഡിഫറൻസ് കാണാൻ ഇക്വേഷൻ എന്താ? P × R/100 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 300 പ്ലസ് R ഡിവൈഡ് ബൈ 100. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. 2 വർഷത്തേക്കാണെങ്കിലോ, 2 വർഷത്തേക്കുള്ള ഡിഫറൻസ് കാണാൻ ഈ 300 പ്ലസ് R എന്നുള്ള ഈ ഒരു ടേം ഇല്ല, മറിച്ച് P × R/100 ഹോൾ സ്ക്വയർ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഈ ചോദ്യത്തിൽ 3 വർഷത്തേക്കാണ്. നമുക്ക് ഓരോന്നോരോന്നും ചെയ്ത് കൊടുക്കാം. ഡിഫറൻസ് 61 തന്നു, P തന്നിട്ടില്ല, R എത്ര തന്നു? 5 ആണ്, 5%. സോ 5/100 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 300 പ്ലസ് 5 ഡിവൈഡ് ബൈ 100. ഇത് സോൾവ് ചെയ്താൽ മാത്രം മതി നമ്മുടെ ഉത്തരം കിട്ടും.
ഇത് 25/100 ഇൻറ്റു 100 വരും, ഇൻറ്റു ഇത് 305 ഡിവൈഡ് ബൈ 100 എന്ന് വരും. ഈ 25 ഇതിനകത്ത് 4 പ്രാവശ്യം പോയി. ഇനി 5 അല്ലേ, 5 ഇതിനകത്ത് നോക്കാമല്ലോ എത്ര പ്രാവശ്യം, 5 6 പ്രാവശ്യം പോയി, 5 1 പ്രാവശ്യം പോയി, 5 ഇവിടെ 20 പ്രാവശ്യം പോയി. സോ ഈ 61ഉം ഈ 61 നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ പി ഇവിടെ ഉണ്ട്, ഇൻറ്റു ഇവിടെ 1 വരും. പി ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1/4 ഇൻറ്റു 100 ഇൻറ്റു 20 എന്ന് വരും. സോ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് പി എന്ന് പറയുന്നത് 4 ഇൻറ്റു 100 ഇൻറ്റു 20 എന്ന് വരും. കാരണം എന്താ, ഇത് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു കേട്ടോ. സോ ഇത് 8 പിന്നെ 3 0. നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ഓപ്ഷൻ സി 8,000 റുപ്പീസ്. അടുത്തത് വളരെ സിമ്പിളായ ചോദ്യം. ദ ആവറേജ് ഓഫ് 2 നമ്പേഴ്സ് ഈസ് എ ബി. നമ്പേഴ്സ് എക്സും വൈയും ആണെന്ന് വിചാരിക്കുക. സോ ആവറേജ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ബൈ 2, അതെന്താണ്, എ ബി ആണ്. ഇഫ് വൺ നമ്പർ ഈസ് എ ദ അതർ നമ്പർ ഈസ്, ഞാനിപ്പോൾ എക്സിന് എ എന്ന വാല്യൂ കൊടുക്കുകയാണ്. സോ എ പ്ലസ് വൈ ബൈ 2 ഈക്വൽ ടു എ ബി. നമ്മളോട് ചോദിച്ചത് വൈ എത്രയാണെന്നാണ്. സോ ഇതിൽ നിന്ന് എ പ്ലസ് വൈ ഈക്വൽ ടു 2ab എന്ന് കിട്ടും. വൈ ഈസ് ഈക്വൽ ടു 2ab മൈനസ് എ എന്ന് കിട്ടും. നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ എ. സിമ്പിൾ അല്ലേ? അടുത്തത് 2x ഈസ് ഈക്വൽ ടു 1024. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ 1024നെ ഘടകക്രിയ ചെയ്താൽ മതി, അതായത് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എങ്ങനെ ചെയ്യും? 10 24നെ 2 5 1 2 2 4 2 2 4 1 5 10 1 12. ഓക്കെ, 2 1 2 2 4 1 8 16, പിന്നെ 2 64 2 32 2 16 2 8 2 4 2 2. എത്ര 2 ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. 2/10 ആണ് നമ്മുടെ 1024. സോ നമ്മുടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. സി. ക്ലിയർ അല്ലേ? അടുത്തതൊരു സിംപ്ലിഫൈ ചെയ്യാനുള്ള ചോദ്യമാണ്. 6387 ഡിവൈഡഡ് ബൈ 8516. ഇതെങ്ങനെ ചെയ്യും നമ്മൾ? നോക്കിക്കേ, ഞാൻ ഓപ്ഷനിൽ പോവാം നമുക്ക്. സോ ഇത് 3യുടെ മൾട്ടിപ്പിൾ ഓപ്ഷനിൽ കണ്ടോ, മുകളിൽ ഒരു 3 ഉണ്ട്, ഇവിടെ 2. ഈ ഓപ്ഷൻ വെച്ച് നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. സോ മുകളിൽ എന്തുണ്ട്? ന്യൂമറേറ്ററിൽ 3 ഉണ്ട്. അപ്പോൾ മുകളിലുള്ള ഈ നമ്പർ ഒരു 3യുടെ മൾട്ടിപ്പിൾ ആവാനാണ് ചാൻസ്. ഇതാണ് ഉത്തരമെങ്കിൽ സോ ഇത് 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്തേ. 6 3 9 8 17 17 7 24. സം എന്താ? 3യുടെ മൾട്ടിപ്പിളായി 24 ആണ്. സോ മുകളിലുള്ള നമ്പർ 3യുടെ മൾട്ടിപ്പിൾ ആണ്. സോ നോക്കിയേ, നമുക്ക് നോക്കാമല്ലോ 3യുടെ ഏത് മൾട്ടിപ്പിൾ ആണെന്ന്. ഇത് ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ഏതാണോ ആ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. സോ ഓപ്ഷൻ എ എടുത്തു കഴിഞ്ഞാൽ 3 ഇൻറ്റു 2129 ആണ് ന്യൂമറേറ്റർ. അങ്ങനെയാണെങ്കിൽ 7 ഇൻറ്റു 2129 എനിക്ക് എത്ര കിട്ടണം? 8516 കിട്ടണം അല്ലേ? 8516 കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ആൻസർ ഏതായി? എ ആയി. പക്ഷേ ഇവിടെ നോക്കിയേ, 7 ഇൻറ്റു ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് നോക്കിയേ, 7 ഇൻറ്റു 9 9 ടു 7 എത്ര? 63. അപ്പോൾ ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് എന്താ വരിക? 3 ആണ് വരിക. സ്വാഭാവികമായിട്ടും ഇതല്ല. സോ അടുത്ത ഓപ്ഷൻ നോക്കുകയാണേ, എന്ത് ചെയ്തു? 3 ഇൻറ്റു 2129 ആണ്, ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 2129 ആയിരിക്കണം അല്ലേ? എന്നാലേ നമുക്ക് എന്ത് വരുള്ളൂ? ഈ റേഷ്യോ വരുള്ളൂ. നമുക്ക് നോക്കിയാലോ, താഴത്തെ ഡിനോമിനേറ്ററിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 8516 കിട്ടുമെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതായി നമ്മുടെ ആൻസർ. സോ 2129 ഇൻറ്റു 4. സോ 9 36 3 കിട്ടി. 24 8 1 11, ബാക്കി 1 5 24 8. സോ കിട്ടിയില്ലേ? ഇതെങ്ങനെ എഴുതാൻ പറ്റും എനിക്ക്? 4 ഇൻറ്റു 2129 തന്നെയാണ് 8516. സോ ഇതും പോവും, ബാക്കി എന്തുണ്ട്? ഇത് തന്നെ. ആ ലോജിക്ക് മനസ്സിലായോ? ആൻസർ വരെ ഓപ്ഷൻ ബി. അടുത്തത്, if 20% of sum of m items is its average. Sum of m items-നെ നമുക്ക് x ആയിട്ട് എടുക്കട്ടെ. 20% of x is equal to ആ m ടേംസിൻ്റെ ആവറേജ് ആണ്. m ടേംസിൻ്റെ ആവറേജ് എന്താ? സം ഓഫ് m ടേംസ് ഡിവൈഡ് ബൈ m അല്ലേ? സം ഓഫ് m ടേംസ് ഞാൻ എത്ര എടുത്തേ? x അല്ലേ? ഡിവൈഡ് ബൈ m. സോ 20% of x എന്ന് പറഞ്ഞാൽ 20/100 of x is equal to x by m. ഈ എക്സും ഈ എക്സും നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ m ഈക്വൽ ടു 100/20 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 5. വളരെ സിമ്പിളായ ചോദ്യം. അടുത്തത്, ദ ഹൈറ്റ് ഓഫ് എ ക്യൂബോയിഡ് ഹൂസ് വോളിയം ഈസ് 225 മീറ്റർ ക്യൂബ്. ക്യൂബോയിഡ് ആണ്, നമുക്ക് വോളിയം കാണാൻ ഇക്വേഷൻ അറിയാം. L ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അത് എത്ര തന്നു? 225 മീറ്റർ ക്യൂബ്.
ബേസ് ഏരിയ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതാണ് നമ്മുടെ ക്യൂബെങ്കിൽ, ക്യൂബോയിഡ് എങ്കിൽ ഇത് L, ഇത് B, ഇത് H. സോ L ഇൻറ്റു B എന്ന് പറഞ്ഞാൽ എന്തായി? ബേസ് ഏരിയ ആയി. സോ LB തന്നിട്ടുണ്ട് എത്രയാ? 25. അതായത് ഈ ടേം കിട്ടി. അതായത് 25 ഇൻറ്റു H ഈസ് ഈക്വൽ ടു 225 ആണെങ്കിൽ H ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 225 ഡിവൈഡ് ബൈ 25 എന്ന് വരും. 10 പ്രാവശ്യം പോയി കഴിഞ്ഞാൽ ഇതെന്തായി? 250 ആയി. 25 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 250 ആയി. സോ ഇതെന്തായിരിക്കും? 9 ആയിരിക്കും. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. അടുത്തത്, ഹൗ മെനി ടേംസ് ആർ ദർ ഇൻ ദ AP 4, 7, 10, 100. ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. 4, 7, 10 അങ്ങനെ പോയിട്ട് 100 വരെയുള്ള ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ. സോ അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ nth ടേമിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. an ഈസ് ഇക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി, a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. സോ ഫസ്റ്റ് ടേം എത്രയാടാ? 4. an ഏതാ? an ഞാൻ 100 ആയിട്ട് എടുക്കുകയാണ്. nth ടേം 100 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ നമുക്ക് n കിട്ടില്ലേ? കോമൺ ഡിഫറൻസ് എത്രയാ? പ്ലസ് 3 അല്ലേ? 3 അല്ലേ കോമൺ ഡിഫറൻസ്? സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 96 ഈസ് ഇക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 3. ഈ 3യെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഡിവൈഡ് ബൈ 3 ആവും. സോ ഇത് 32 ആവും, വിച്ച് ഈസ് ഈക്വൽ ടു n മൈനസ് 1. സോ n ഈസ് ഈക്വൽ ടു 32 പ്ലസ് 1, അതായത് 33. നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്പീഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. അടുത്തതിലേക്ക് പോവാണേ. ദ റേഷ്യോ ബിറ്റ്വീൻ 3 നമ്പേഴ്സ് ഈസ് 2:3:4. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്പേഴ്സിൻ്റെ റേഷ്യോ ഒക്കെ തന്നു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ എടുത്തേക്കണം. നമ്പേഴ്സ് ആർ 2x, 3x, 4x ആൻഡ് ദർ സം ഈസ് 27. ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 27 കിട്ടും. അങ്ങനെ ആകുമ്പോൾ എത്രയും 3, 2, 5, 4, 9. 9x ഈസ് ഈക്വൽ ടു 27. x ഈസ് ഈക്വൽ ടു 27/9 വിച്ച് ഈസ് ഈക്വൽ ടു 3. ഓക്കെ, ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ദീസ് 3 നമ്പേഴ്സ്. നോക്കിക്കേ, നമ്മുടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് 2x ഇൻറ്റു 3x ഇൻറ്റു 4x ആണ്. അതായത് 26, 64, 24, 24 എക്സ് ക്യൂബാണ് ചോദിച്ചേക്കുന്നത്. സോ 24 ഇൻറ്റു എക്സ് എത്രയാണ്? 3. 3 ക്യൂബ് എത്രയാ? 27. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 27, 24 മൾട്ടിപ്ലൈ ചെയ്യാം. 8 ബാക്കി 2, 28, 2, 10, 27, 14 ബാക്കി 1, 22, 5, 4, 5, 6. നമുക്ക് കിട്ടിയ ആൻസർ 648. ഓപ്ഷൻ ഡി. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം, ആനന്ദ് ഈസ് ത്രൈസ് ആസ് ഗുഡ് എ വർക്ക്മാൻ ആസ് ബോല. അതായത് ആനന്ദ് 2 വർക്ക്മാൻ ഉണ്ട്, ആനന്ദും ബോലയും. സോ ബോല 1 യൂണിറ്റ് വർക്കാണെങ്കിൽ ആനന്ദ് 3 യൂണിറ്റ് വർക്ക് ചെയ്യും. ഓക്കെ, സോ ഇവർ രണ്ടും കമ്പൈൻ ചെയ്തിട്ട് എത്ര യൂണിറ്റ് വർക്ക് ചെയ്യും? ഒരു ദിവസം 4 യൂണിറ്റ് ചെയ്യും അല്ലേ? ഇവർ രണ്ടുപേരും കൂടി 15 ദിവസം കൊണ്ട് ഒരു ജോലി തീർത്തു. അപ്പം നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാമല്ലോ. ടോട്ടൽ വർക്ക് എങ്ങനെ പിടിക്കും? ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് അല്ലേ? അപ്പോൾ എഫിഷ്യൻസി എത്രയാണ്? രണ്ടുപേരുടെയും കമ്പൈൻഡ് എഫിഷ്യൻസി 4 ആണ്. നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ്? 15. സോ 60 യൂണിറ്റ് ആണ് നമ്മുടെ ടോട്ടൽ വർക്ക് ഉള്ളത്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ബോല എലോൺ ഫിനിഷ് ദ വർക്ക്. ബോലയുടെ എഫിഷ്യൻസി എത്രയാ? 1 യൂണിറ്റ് ആണ്. ഒരു ദിവസം 1 യൂണിറ്റേ ചെയ്യുള്ളൂ. സോ നമുക്ക് എത്ര യൂണിറ്റ് ഉണ്ട്? 60 യൂണിറ്റ് ഉണ്ട്. സോ എങ്ങനെ നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കും? ബോലയുടെ മാത്രം 60 ഡിവൈഡ് ബൈ ബോലയുടെ എഫിഷ്യൻസി, അതായത് 60/1. അത് 60 തന്നെ ആയിട്ട് വരും. ആൻസർ ഇവിടെ വരിക ഓപ്ഷൻ ഡി, 60. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ റോങ് നമ്പർ ഇൻ ദ നമ്പർ സീരീസ്. ഇങ്ങനത്തെ നമ്പേഴ്സ് സീരീസൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് എന്താ പറയുക, അധികം സമയം അതിൻ്റെ പുറകിൽ കളയരുത് കേട്ടോ. ഈ ഒരു ഓപ്ഷണൽ കോമ്പിനേഷൻ നോക്കിക്കേ, ഇതിനകത്ത് നൺ ഓഫ് ദീസ് ഒക്കെ കണ്ടോ? സോ അധികം സമയം കളയരുത്. ഒരു 1 മിനിറ്റിനുള്ളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ അവസാനം ടൈം ഉള്ളപ്പോൾ വന്ന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പെട്ടെന്ന് കിട്ടുന്നതാണ്. നമുക്ക് നോക്കാം. 6, 15, 28, 44, 66, 91. സോ ആദ്യം നമുക്ക് ഇവരുടെ ഡിഫറൻസ് എടുത്ത് നോക്കാം. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന അങ്ങനെ തന്നെയല്ലേ? കാരണം എന്താ, ഈ നമ്പേഴ്സ് തമ്മിൽ വലിയ ഗ്യാപ്പൊന്നുമില്ല, ചെറിയ ചെറിയ ഗ്യാപ്പുകളേ ഉള്ളൂ. സോ 9, 6, 15, 15, 13, 18, 28, 16, 44, 44, 22, 66, 66 എത്ര വരും? 6, 5, 11 ബാക്കി 6, 7, 25, 11. നോക്കിക്കേ, ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്ക്. 9നോട് 4 കൂട്ടിയാൽ 13, 13നോട് 4 കൂട്ടിയാൽ 13ആയി, 13നോട് 3 കൂട്ടിയാൽ, പിന്നെ 16നോട് 6 കൂട്ടിക്കഴിഞ്ഞാൽ, 22നോട് 3 കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഈ 4 ഇവിടെ നിന്നോട്ടെ, 3ഉം 6ഉം 3ഉം ഇതിൽ നിന്നൊന്ന് കുറച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് 4 ആയി കഴിഞ്ഞാൽ ഇതൊക്കെ 4 ആവില്ലേ?
കാരണം ഇതെന്താ, ഇതൊക്കെ ഡിപ്പെൻഡഡ് അല്ലേ. നമുക്ക് നോക്കിയാലോ, ഇത് 4 ആയിരുന്നെങ്കിൽ ഇവിടെ എത്ര ആയിരുന്നേനെ? 13 4 17 ആയിരുന്നേനെ അല്ലേ. ഇത് 17 ആയിരുന്നെങ്കിൽ ഇവിടെ എത്ര ആയേനെ? 28 17 45 ആയേനെ. ക്ലിയർ? ഇത് 45 ആണെങ്കിൽ ഇവിടത്തേക്കുള്ള ഡിഫറൻസ് എത്രയാവും? 45 66ലേക്കുള്ള ഡിഫറൻസ് 21 അല്ലേ ആവുള്ളൂ അല്ലേ. ഇനി 17 4 അല്ലേ 21. കണ്ടോ, ഇത് 4 ആയി, ഇതും 4 ആയി, ഇതും 4 ആയി. ഇനി ഇത് 21, പിന്നെ അടുത്ത നമ്പർ നോക്കണം. ഇത് 21 ആണ്. സോ ഡിഫറൻസ് നോക്കി, ഇതും 4 ആവണം. ഇതും 4, ഇതും 4, ഇതും 4, അപ്പോൾ ഇതും 4 ആയിരിക്കണ്ടേ. സോ 21 4 25, സോ 66 25 91. സോ ബാക്കി എല്ലാ നമ്പറും സെയിം ആണല്ലേ. ഇവിടെ ഏതാ സീരീസിൽ തെറ്റായിട്ട് നമുക്ക് കിട്ടിയത്? 44 ആണ്. ഇവിടെ 44 അല്ല 45 ആയിരുന്നു വരേണ്ടത്. ആൻസർ ഇവിടെ വരിക ഓപ്ഷൻ സി ആണേ. സോ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബൈ ഇൻ്റർചേഞ്ചിങ് ദ സൈൻസ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആൻഡ് നമ്പേഴ്സ് 2 and 5 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ വിൽ ബി കറക്റ്റ്? ഇത് നമുക്ക് ചെയ്ത് തന്നെ നോക്കണം. സോ ഒന്നാമത്തെ എടുക്കുക ആദ്യം. സോ 10 ഏതൊക്കെ നമ്മൾ മാറ്റി? മൾട്ടിപ്ലിക്കേഷനും പിന്നെ സബ്ട്രാക്ഷനുമാണ് മാറ്റിയത്. പിന്നെ 2 5. സോ ഇവിടെ ഡിവിഷൻ തന്നെ, 2 5 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. 2 ഇവിടെ വരും, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വരും. ഇത് 11 നോക്കണം. 10/5 എത്രയായി? അത് 2 ആയി. -3 + 12. സോ 12 2 14, 14 3 കുറച്ചാൽ 11. സോ ഇത് ശരിയാണ്. ഇനി രണ്ടാമത്തേത്, 2 5 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുവാണേ. ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. സോ ഇവിടെ 2 വരും, മൾട്ടിപ്ലിക്കേഷൻ വരും, മൈനസ് വരും. 4 + 5 ഇവിടെ × 6 ÷ 3 എന്ന് വരും അല്ലേ. കറക്റ്റ് അല്ലേ? മൾട്ടിപ്ലിക്കേഷനും ഇതും തന്നെയല്ലേ മാറ്റിയത്? കറക്റ്റാണ്. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് 2 - 4 -2 + 6/3 എത്ര വരും? അത് 2 വരും. 2 × 5 10 വരും. 10 - 2 9 എന്ന് വരും. സോ 11 അല്ല, ഇത് തെറ്റ്. സോ ആൻസർ ഇവിടെ വരിക ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. എ ക്ലോക്ക് വാസ് സെറ്റ് ഓൺ മൺഡേ 7:40 AM. എ ക്ലോക്ക് വാസ് സെറ്റ് ഓൺ മൺഡേ. ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി വരിക ദ ക്ലോക്ക് വാസ് സെറ്റ് കറക്റ്റ് ഓൺ എന്ന് പറഞ്ഞിട്ടാണ് വരിക. കറക്റ്റ് 7 മണിക്ക് അത് കറക്റ്റ് ചെയ്തു. മൺഡേ 7:40 AM. ഇഫ് ദ ക്ലോക്ക് ഗെയിൻസ് 10 minutes per hour, 10 മിനിറ്റ് പെർ അവർ ഗെയിൻ ചെയ്യും. വാട്ട് വിൽ ബി ദ ടൈം ഇൻ ദാറ്റ് ക്ലോക്ക് ഓൺ ട്യൂസ്ഡേ? അതായത് ആ ക്ലോക്കിൽ എത്രയായിരിക്കും ട്യൂസ്ഡേ 11:10 AM കാണിക്കുന്നതാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? കൂടുതലായിരിക്കില്ലേ. സോ 7:40 മുതൽ 11:40 വരെ ഇതെന്താണ്? ഇത് ട്രൂ ടൈമാണ്. സോ റോങ് ടൈം കാണണം. സോ 7:40 മുതൽ 11:10 വരെ എത്ര മണിക്കൂർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. അതിനനുസരിച്ച് മിനിറ്റുകൾ കിട്ടും. പിന്നെ അവേഴ്സിലേക്ക് മാറ്റുക, എന്നിട്ട് അത് റോങ് ടൈമിനോട് കൂട്ടുക. കണ്ടുപിടിക്കാമല്ലോ. സോ 7:40 മുതൽ, മൺഡേ 7:40 മുതൽ ട്യൂസ്ഡേ 7:40 വരെ നമുക്ക് എത്ര മണിക്കൂറുണ്ടടാ? 24 മണിക്കൂറുണ്ട്. ഇപ്പം 7:40 ആയി. ഇനി 7:40 മുതൽ 11:10 വരെ, 7:40 മുതൽ 8:40, 9:40, 10:40. 10:40 പറയുമ്പോൾ 3 മണിക്കൂറായി. ഇനി 10:40 മുതൽ 11:10 വരെ ഒരു 30 മിനിറ്റും കൂടിയുണ്ട്. സോ ടോട്ടൽ 24 മണിക്കൂറും പ്ലസ് 3 മണിക്കൂർ പ്ലസ് 30 മിനിറ്റ്. സോ സ്വാഭാവികമായിട്ടും 27 മണിക്കൂറും 30 മിനിറ്റും ആര് ഗെയിൻ ചെയ്തു? നമ്മുടെ റോങ് ടൈം കാണിക്കുന്ന ക്ലോക്ക് ഗെയിൻ ചെയ്തു. സോ 27 മണിക്കൂർ ഗെയിൻ ചെയ്യുന്നല്ല, 27 മണിക്കൂറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിറ്റ് ഗെയിൻ ചെയ്തു. സോ 27 മണിക്കൂർ എത്ര? ഒരു മണിക്കൂറിൽ 10 മിനിറ്റ് വെച്ചിട്ട് 27 മണിക്കൂറിൽ 27 × 10 മിനിറ്റ് ഗെയിൻ ചെയ്തു. പ്ലസ് 30 മിനിറ്റിൽ എത്ര മിനിറ്റ് ഗെയിൻ ചെയ്യും? ഒരു മണിക്കൂറിൽ 10 മിനിറ്റ് ആണെങ്കിൽ 30 മിനിറ്റ്, അതായത് അരമണിക്കൂറിൽ 5 മിനിറ്റ്. ടോട്ടൽ എത്രയാവും ഇതിപ്പോൾ? 27 × 10 എന്ന് പറയുമ്പോൾ 270 + 5, അതായത് 275 മിനിറ്റ് ഗെയിൻ ചെയ്തു. സോ 275 മിനിറ്റ് പറയുമ്പോൾ അതിനെ അവറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ 60 × 4, ഇത് എത്ര കിട്ടി എനിക്ക്? ഇവിടെ 240 മിനിറ്റായി. ഇത് ഡിവൈഡ് ബൈ അല്ല കേട്ടോ, ഇവിടെ 240 മിനിറ്റായി. ഇനി എത്ര മിനിറ്റും കൂടി വേണം? 35 മിനിറ്റ്. ഇത് തന്നെയല്ലേ മൊത്തം 275 മിനിറ്റ്. സോ 4 മണിക്കൂറും 35 മിനിറ്റും ആ ക്ലോക്ക് ഗെയിൻ ചെയ്ത് കാണും. സോ 11:10 കൂടി ഈ 4 മണിക്കൂറും 35 മിനിറ്റും ആഡ് ചെയ്യുക. സോ 11:10 4 മണിക്കൂർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 12:10, 1:10, 2:10, 3:10.
സോ 3:10 പ്ലസ് 35 മിനിറ്റും, അതായത് 3:45 മിനിറ്റായി കാണും ഉച്ചയ്ക്ക്. സോ 3:45 PM. ആൻസർ വരിക ഓപ്ഷൻ എ. അടുത്തത് ടുഡേ ഈസ് മൺഡേ. ആഫ്റ്റർ 61 ഡേയ്സ് ഇറ്റ് വിൽ ബി. ആഫ്റ്റർ 61 ഡേയ്സ്, അതായത് 62nd ഡേ ആണ് ചോദിച്ചേക്കുന്നത്. നമുക്കിപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ തരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? എത്രാമത്തെ ദിവസമാണ് ചോദിച്ചത് അതിൽ നിന്നും 1 കുറക്കണം. സോ 62 - 1, അതായത് 61. കറക്റ്റായിട്ട് അറിയുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ 61 എടുത്ത് ചെയ്യാം. അല്ലാതെ ചെയ്യുന്ന ആൾക്കാരോടാണ് പറയുന്നത്. സോ 62 - 1 61. ഈ 61നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ 7 56, റിമൈൻഡർ 5. ഈ 5 എന്ത് ചെയ്യണം? 5 പ്രാവശ്യം നമ്മൾ മുന്നോട്ട് പോകണം തന്നിരിക്കുന്ന ദിവസത്തിൽ നിന്നും. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, അല്ലേ? 5 പ്രാവശ്യം നമുക്ക് മുന്നോട്ട് പോകണം. സോ 1 2 3 4 5. സോ ഇതാണ് നമ്മുടെ ഡേ വരിക, അതായത് സാറ്റർഡേ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിൽ പോയല്ലോ. ഇത് നോക്കിക്കേ. വിച്ച് വൺ ഈസ് ദ ലാർജസ്റ്റ്? 2^22, 2^2 ഹോൾ സ്ക്വയർ, 22 സ്ക്വയർ, 222. നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത് ഓർമ്മയുണ്ടോ ഒരു ചോദ്യം? എത്രാമത്തെ ചോദ്യം എനിക്ക് ഓർമ്മയില്ല, ഞാൻ കാണിച്ചു തരാവേ. ഇത് നോക്കിയേ. 2^10 അല്ലേ നമുക്ക് 1024 കിട്ടിയത്. ഇത് നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് വരാം. 2^10 നമുക്ക് ഓൾറെഡി നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? സോ ഇത് എത്രയാണ് നമുക്ക് വരിക? 2^22. അവിടെ കിടക്കട്ടെ. 2 സ്ക്വയർ ഹോൾ സ്ക്വയർ എങ്ങനെ ചെയ്യാൻ പറ്റും? അത് 2^4 ആയി. ഇത് 22 സ്ക്വയർ ആയി. ഇത് 222 ആയി. നമുക്കറിയാം ഈ 2^4 എന്തായാലും അല്ല. 2^10 തന്നെ എത്ര വന്നു? 1024 വന്നു. സോ സ്വാഭാവികമായിട്ടും 2^22 അതിനേക്കാളും വലുതല്ലേടാ വരുള്ളൂ. 22 സ്ക്വയർ ഒക്കെ എന്താ പറയുക, ഒരു 4 ഡിജിറ്റോ 3 ഡിജിറ്റോ നമ്പറിൽ നിൽക്കില്ലേ? സോ നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് ഏതാ? 2^22. വേറെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. അടുത്തത് 1/4 പ്ലസ്, കണ്ടോ? ഈ 1/4 പ്ലസ് 1/4 ഡിവൈഡ് ബൈ 1/4 ഇൻറ്റു 1/4 മൈനസ് 1/4. ഇതെങ്ങനെ ചെയ്യും? ഒന്നുമില്ല. ആദ്യം ഏതാ ചെയ്യേണ്ടത്? ആദ്യം ഡിവിഷൻ ചെയ്യാം. 1/4 ബൈ 1/4 അത് 1 ആയി അല്ലേ? ഇത് 1/4 അവിടെ ഉണ്ട്. പ്ലസ് 1/4 ബൈ 1/4 അത് 1 ആയി. ഇൻറ്റു 1/4 മൈനസ് 1/4. സോ 1/4 പ്ലസ് 1/4 മൈനസ് 1/4. ഇതും പോയി. ബാക്കി എന്തുണ്ടടാ? ബാക്കി 1/4 മാത്രമല്ലേ ഉള്ളൂ. ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്തത് നമ്മുടെ ഡയറക്ഷൻ്റെ പ്രോബ്ലം. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. സഞ്ജു വാസ് ഫേസിങ് ഈസ്റ്റ്. സഞ്ജു എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്? ഈസ്റ്റിലേക്കാണ്. ഹി വാക്സ് 4 മീറ്റർ ഫോർവേഡ്, അതായത് ഇവിടുന്ന് 4 മീറ്റർ പോയി. ഇതാണ് ഞാൻ ഒറിജിനൽ സ്ഥലം. സോ അവിടെ 4 മീറ്റർ പോയി. ദെൻ ആഫ്റ്റർ ടേണിംഗ് ടു ഹിസ് റൈറ്റ് വാക്ക്ഡ് 3 മീറ്റർ. വാക്ക് 3 മീറ്റർ. ഇവിടുന്ന് 3 മീറ്റർ. അഗെയിൻ ഹി ടേൺ ടു ഹിസ് റൈറ്റ് ആൻഡ് വാക്ക്ഡ് 4 മീറ്റർ. വാക്ക്ഡ് 4 മീറ്റർ. സോ ഇവിടുന്ന് 4 മീറ്റർ. സോ ഓൾമോസ്റ്റ് ഈ ലൈനിൽ തന്നെ ഇവനെത്തി. ലാസ്റ്റ് ഒന്നും കൂടി പറയുന്നുണ്ട്. ആഫ്റ്റർ ദിസ് ഹി ടേൺഡ് ബാക്ക്, അതായത് ഇവൻ ഇങ്ങോട്ട് നോക്കിക്കുന്ന ഇവൻ എന്ത് ചെയ്തു? ഇവൻ തിരിഞ്ഞു, അതായത് ഇവൻ ഇങ്ങോട്ട് നോക്കി വെക്കുന്നു. നിങ്ങളോട് ഇത്രേ ചോദിച്ചിട്ടുള്ളൂ, ഇത് മിസ്സാവരുതേ. ആഫ്റ്റർ ദിസ് ഹി ടേൺഡ് ബാക്ക്, ബാക്കിലോട്ട് തിരിഞ്ഞു. വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫേസിങ് നൗ? എങ്ങോട്ടാണ് അയാൾ ഫേസ് ചെയ്യുന്നതാ? ഇങ്ങോട്ട് തന്നെയല്ലേ? നേരത്തെ എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്? അതേ ഡയറക്ഷനിലേക്കാണ് ഇപ്പോഴും ഫേസ് ചെയ്യുന്നത്. അതെങ്ങോട്ടാ? ഈസ്റ്റിലേക്ക്. കേട്ടോ, കിഴക്കോട്ട്. അടുത്തത് ഇതൊരു കോഡിങ്ങിൻ്റെ ഇക്വേഷനാണ്. ഇക്വേഷനിലെ ചോദ്യം KARZXEF എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത് 8501942 ആണ്. അടുത്തത് BZWXRFA ഡിനോട്ട് ചെയ്യുന്നത് 3179025 അല്ലേ? നിങ്ങൾ ഇത് രണ്ടൊന്ന് കമ്പയർ ചെയ്തേ. ഇവിടെ നോക്ക്, എഫിൻ്റെ വാല്യൂ 2 അല്ലേ? ഇവിടെയും എഫിൻ്റെ വാല്യൂ 2 ആണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടെയും എഫിൻ്റെ വാല്യൂ 2 ആയിരിക്കും. കണ്ടുപിടിക്കേണ്ട കോഡും 2 ആയിരിക്കും. സോ ഓപ്ഷനിലെല്ലാം 2 ആണ്. നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഒരുപോലെ തന്നെയുണ്ട്. പിന്നെ ഏതാ? നമുക്ക് W നോക്കാം. Wയുടെ വാല്യൂ എത്ര ഇവിടെ? 7. സോ 7-ലായിരിക്കണം നമ്മുടെ കോഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ഇതും എടുത്ത് കളയാം, ഇതും ദൂരെ കളയാം. സിയും ബിയും പോയി. ഇനി ആറും എയും നോക്കിക്കേ. 6 ഇവിടെ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും? 6 എത്രയാ? 0 ആണ്. എ എത്രയാ? 5 ആണ്. സോ 0 5 ആണ് അടുത്ത നമ്പർ. സോ ഇതും 705 ആണ്. 705 ആണ് അടുത്ത നമ്പർ. അടുത്ത കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉത്തരം കിട്ടും. സോ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് എന്തായിരിക്കും നോക്ക്.
ഈന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്താ ഉള്ളത് 4. നിങ്ങൾ മറ്റേ ആൽഫബറ്റ്സ് ഒന്നും എഴുതി പോകാൻ നിൽക്കണ്ട, ഇത് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഈന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 4 സോ അടുത്ത നമ്പർ 4 ഉള്ളത് ഏതാ? ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത് അവിടെ നിർത്തണം. ഓക്കെ, ക്ലിയർ? അടുത്തത്, ഈ സൺ ഈസ് കോൾഡ് ആസ് HFM ആൻഡ് സ്റ്റാർ ഈസ് കോൾഡ് ആസ് HGZI. ഡീകോഡ് ദ വേർഡ് ഗാലക്സി. ഈ ഗാലക്സി എന്നുള്ള കോഡ്, ഇതൊരു കോഡാണ് അല്ലേ? ഡീകോഡ് ദ വേർഡ്, ഇതിനെ ഡീകോഡ് ചെയ്യണം. എങ്ങനെ ഡീകോഡ് ചെയ്യാം പറഞ്ഞേ? ഇത് ഓർമ്മയുണ്ടോ? സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് എങ്ങനെയാ? എസ് പറ, എസ് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എച്ച് ഉണ്ട്. നോക്കിക്കേ, ഇതിനുണ്ട് നോക്ക്, SH, പിന്നെന്താ UF, പിന്നെ NM. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫബറ്റ്സ് എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഗാലക്സി എന്ന് എങ്ങനെ എഴുതാൻ പറ്റും? നിങ്ങളോട് ഗാലക്സിയെ ഡീകോഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഗാലക്സി എങ്ങനെ നമുക്ക് ഡീകോഡ് ചെയ്യാം പറ? ഗാലക്സി ജീന് കറസ്പോണ്ടിങ് ആയിട്ട് T ഉണ്ട്. ഇവിടെ നൺ ഓഫ് ദീസ് എന്നുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾ എന്തായിട്ടും ഇത് കംപ്ലീറ്റ് ഡീകോഡ് ചെയ്തിരിക്കണം കേട്ടോ. സോ നമുക്ക് ഡീകോഡ് ചെയ്യേണ്ടത് GALAXY. സോ ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് T ആണ്, എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് Z ആണ് അല്ലേ? എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് O ആണ്, പിന്നെ എക്സും വൈയും എത്ര? എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് C ആണ്, വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് B ആണ്. സോ നമ്മുടെ ആൻസർ TZOZCB, ഓപ്ഷൻ എ കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം. അടുത്ത ചോദ്യം, ലുക്കിംഗ് അറ്റ് എ പോർട്രേറ്റ് ഓഫ് എ മാൻ, അരുൺ സെഡ് ഹിസ് മദർ ഈസ് ദ വൈഫ് ഓഫ് മൈ ഫാദേഴ്സ് സൺ. ഐ ഹാവ് നോ ബ്രദർ ഓർ സിസ്റ്റർ. അറ്റ് ഹൂസ് പോർട്രേറ്റ് വാസ് അരുൺ ലുക്കിംഗ്. സോ അരുൺ എന്ന് പറഞ്ഞ ഒരാൾ ഒരു ചുമരിലുള്ള ഒരു ചിത്രത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അല്ലേ? ആ ചിത്രത്തിലുള്ള ആൾ അല്ലേ? അതൊരു ചിത്രത്തിലുള്ള ആളെന്താ? ഒരു മാൻ ആണ്, ഒരു പുരുഷനാണ്. സോ പ്ലസ് ഇട്ട് കൊടുക്കും. ഞാൻ പുരുഷന്മാർ എന്നുള്ളതിന് ഈ ഒരു സിമ്പിളും, സ്ത്രീകളാണെങ്കിൽ ഈ ഒരു സിമ്പിളാണ് ഇടുന്നത് കേട്ടോ, ഒരു ഹൈഫൺ ആണ് ഇടുന്നത്. സോ ഹിസ് മദർ ഈസ് ദ വൈഫ് ഓഫ് മൈ ഫാദേഴ്സ് സൺ. മൈ ഫാദേഴ്സ് സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ അല്ലേ? ഹിസ് മദർ എന്ന് പറഞ്ഞത് ആരാ? എൻ്റെ അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ്റെ ഭാര്യ ആയിരിക്കാം. പക്ഷെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഐ ഹാവ് നോ ബ്രദർ ഓർ സിസ്റ്റർ. അപ്പോൾ അതാരാ? ഈ കാണുന്നത് ഈ വൈഫ്, ഈ കുട്ടിയുടെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഇതാരാ? ഇത് അരുൺ ആണെങ്കിൽ ഇതാരാ? ഭാര്യയുടെ മകൻ. ഭാര്യയുടെ മകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മകൻ തന്നെ. സോ അരുൺ നോക്കി നിൽക്കുന്നത് ആരുടെ ഫോട്ടോയിലേക്കാ? അയാളുടെ സ്വന്തം മകൻ്റെ ഫോട്ടോയിലേക്ക്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. ദാറ്റ്സ് ഓൾ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.